ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ഷൊർണൂർ റോഡിലൂടെ പോകുമ്പോൾ തിരൂരുള്ള ഒരു അട്രാക്റ്റീവ് മൾട്ടി കുസിൻ റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. അപ്പൊ ഇതാണ് സറൂബ് മൾട്ടി കുസിൻ റെസ്റ്റോറന്റ്. ഇതിലൂടെ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ ഫോമിലായിരുന്നില്ല ഈ റെസ്റ്റോറന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. ഈ അടുത്താണ് ഇതൊരു ഫൈൻ ഡൈൻ ഫാമിലി AC മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ആയി റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്നെ പോലെ തന്നെ പലരും അറിഞ്ഞു കാണില്ല. റെസ്റ്റോറന്റിന്റെ മുമ്പിലായിട്ട് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നത് ഇവരുടെ വെയിറ്റിംഗ് ലൗഞ്ച് ആണ്. പാർക്കിംഗ് ഏരിയയ്ക്ക് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഒരു വൈബ്രന്റ് ആൻഡ് അട്രാക്റ്റീവ് കളർഫുൾ ആംബിയൻസ് ആണ്. എല്ലാ തരം കളേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖവും കണ്ണിനൊരു കുളിർമൊക്കെ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ട്രൂ ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഉള്ളിൽ കയറിയപ്പോൾ ആദ്യം കണ്ടത് ഇവരുടെ അസിസ്റ്റന്റ് മാനേജർ മിസ്റ്റർ ലിബിനെയാണ്. അപ്പൊ ഇദ്ദേഹം തന്നെ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നു. അതായത് ഈ അടുത്ത് തന്നെയാണ് ഇത് ഒരു AC ഫാമിലി റെസ്റ്റോറന്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്തതെന്ന്. സത്യത്തിൽ പകൽ സമയത്ത് പുറത്തു നിന്ന് കാണുമ്പോൾ ആർക്കും തോന്നില്ല ഇതിന്റെ ഉള്ളിൽ ഇത്രയ്ക്കും വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആംബിയൻസ് ആണെന്ന്. ഒരുപക്ഷെ രാത്രിയിലായിരിക്കും നല്ല വെൽ ലിറ്റപ്പ് ആംബിയൻസിൽ ജനങ്ങൾക്ക് ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുക. ഈ ഒരു ഫ്ലോർ തന്നെയാണ് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. ഏത് നുക്ക് ആൻഡ് കോർണർ നോക്കിയാലും വളരെ വൈബ്രന്റ് ആൻഡ് കളർഫുൾ വാൾസ് ആൻഡ് ഫർണിച്ചേഴ്സ് ആണ്. കോമൺ ഡൈനിങ്ങിനായിട്ട് 2 സീറ്റേഴ്സും 4 സീറ്റേഴ്സും വരുന്നുണ്ട്. ഇത് കൂടാതെ വലിയ ഗ്രൂപ്പ് ഒക്കെ ആയി വന്നിരുന്ന് കഴിക്കാൻ നല്ല കുഷിൻ സോഫ സീറ്റ്സ് ഒക്കെ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും വരുന്നുണ്ട്. ഈ കാണുന്നത് ഇവരുടെ പാൻട്രി ഏരിയ ആണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ കിച്ചൺ വരുന്നുണ്ട്. ഇവിടുത്തെ ഫ്ലോർസ് ആയാലും സീലിംഗ് ആയാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത് റെസ്റ്റോറന്റിന്റെ പുറത്താണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയും നല്ല കളർഫുൾ സെറ്റപ്പ് ആണ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഷ്റൂം ആണ്. ഇതിന്റെ തൊട്ടടുത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ്സും വരുന്നുണ്ട്. പിന്നെ മെറ്റൽ ഇട്ടിട്ടുള്ള ഈ ഒരു സ്പേസ് ആണ് ഇവരുടെ പാർട്ടി സ്പേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 40 to 50 പേരടങ്ങുന്ന ഏതൊരു സെലിബ്രേഷൻസും ഇവിടെ സുഖമായി നടത്താവുന്നതാണ്. ഇതിലേക്കുള്ള ഫുഡ് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് ബുഫേ ആയിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. തിരക്ക് കുറയ്ക്കാനായിട്ട് പാർട്ടി സ്പേസിന് മാത്രമായിട്ടൊരു ഡെഡിക്കേറ്റഡ് വാഷ് ഏരിയ വരുന്നുണ്ട്. റെസ്റ്റോറന്റിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കണ്ടിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇവരുടെ ഫുഡിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കാം. മെനു കണ്ടപ്പോഴാണ് ഇവർക്ക് 8 to 11 വരെ നല്ല മലബാർ സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് അറിഞ്ഞത്. പിന്നെ സെലക്റ്റീവ് വെജ് ആൻഡ് നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, സിസ്ലേഴ്സ് വരുന്നുണ്ട്, ബ്രെഡ് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് നാടൻ ഐറ്റംസും ചൈനീസും കോണ്ടിനെന്റൽ ഐറ്റംസും ഡെസേർട്സും ഷേക്സും ജ്യൂസസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ഡിഷസ് ഓർഡർ ചെയ്ത് ഇവരുടെ കിച്ചണിലേക്കാണ് നേരെ പോയത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇവരുടെ കിച്ചണും കൂടി ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ വെൽ മെയിൻറ്റെയിൻഡ് നീറ്റ് ആൻഡ് ടൈഡി കിച്ചൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കിച്ചന്റെ ഉള്ളിൽ എവിടെ നോക്കിയാലും വളരെ സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ടാണ് കണ്ടത്. എല്ലാവരും അവരവരുടെ കാര്യം ആരും പറയാതെ തന്നെ സന്തോഷത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കിച്ചണിലെ എക്സ്ട്രീം ലെഫ്റ്റ് ഹാൻഡിലായിട്ടാണ് ഇവരുടെ ദോശ കൗണ്ടർ വരുന്നത്. ഇവിടെ വെജിറ്റേറിയൻ ദോശ കൂടാതെ നല്ല വെറൈറ്റിയിലുള്ള നോൺ വെജ് ദോശയും കൂടി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയി കിച്ചണിന്റെ എക്സ്ട്രീം റൈറ്റ് എൻഡിലായിട്ടാണ് ഇവരുടെ ചൈനീസ് പ്രിപ്പറേഷനും അതേപോലെ കോണ്ടിനെന്റൽ പ്രിപ്പറേഷൻ, നോർത്ത് ഇന്ത്യൻ ഡിഷസിന്റെ ഒക്കെ പ്രിപ്പറേഷൻ നടക്കുന്നത്. എല്ലാം വളരെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് ഇവരുടെ ജ്യൂസസ് ഷേക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കൗണ്ടറും വരുന്നുണ്ട്. നല്ലൊരു കോണ്ടിനെന്റൽ സിസ്ലർ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടപ്പോ ഇത്രയും നല്ല കിച്ചണിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണല്ലോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് സന്തോഷം തോന്നി. അങ്ങനെ ഓർഡർ ചെയ്ത ഐറ്റംസ് ഓരോന്നായി എത്തിത്തുടങ്ങി. ആദ്യം എത്തിയത് ഇവരുടെ 2 അട്രാക്റ്റീവ് നോൺ വെജ് ദോസാസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ബ്യൂട്ടിഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ബട്ടർ ചിക്കൻ ദോശ. ഈ ഒരു റേറ്റിന് നല്ല വെൽ സ്റ്റഫ്ഡ് ദോശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല പ്രസന്റേഷൻ. ഇതിന്റെ കൂടെ 2 തരം ചട്നി വരുന്നുണ്ട്. അപ്പൊ ഇതൊരു റാപ്പ് പോലെ കഴിക്കണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ആ തക്കാളി ചട്നിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല എക്സലന്റ് ബട്ടർ ചിക്കന്റെ ഫില്ലിംഗ് ആണ് ഇതിൽ വരുന്നത്. അതും നല്ല ക്വാണ്ടിറ്റി. ശരിക്കും അത് കടിക്കുമ്പോ പുറത്തേക്ക് സ്പില്ല് ചെയ്ത് പോകുന്നുണ്ട്. ചൂടോടുകൂടി കഴിക്കുമ്പോ ഇവരുടെ മൊരിഞ്ഞ ദോശയുടെ കൂടെ ഈ ഒരു ബട്ടർ ചിക്കൻ ഫില്ലിംഗ് ടെറിഫിക് കോമ്പിനേഷൻ ആണ്. ഇത് കൂടാതെ ദോശയുടെ ഫില്ലിങ്ങിലും അതേപോലെ മേലെയും ഷ്രെഡഡ് ചീസും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ടെംപ്റ്റിംഗ് ബീഫ് റോസ്റ്റ് ദോശയാണ്. ഇതിലും നല്ല ഹെവി ഫില്ലിംഗ് ആണ്. ആദ്യത്തേതിൽ നല്ല നോർത്ത് ഇന്ത്യൻ ഫില്ലിംഗ് ആണെങ്കിൽ ഇതിൽ നല്ല കിഡിലെ
കിടിലൻ സൗത്ത് ഇന്ത്യൻ ഫില്ലിംഗ് ആണ്. കണ്ടിട്ട് വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ആ തക്കാളി ചട്നിയിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് ഫില്ലിംഗ് സ്പില്ല് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബീഫ് റോസ്റ്റ് ദോശ മോനെ. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ ബീഫ് പെരളന്റെ ആ ഒരു ഫ്ലേവർ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഫ്ലേവർസം അരോമ കിട്ടുന്ന തരത്തിലുള്ള മസാല ആയിരുന്നു. അപ്പൊ നിങ്ങളൊരു ദോശ ലവർ ആണെങ്കിൽ ഈ 2 നോൺ വെജ് ദോസാസും മസ്റ്റ് ട്രൈ ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്ക് ശേഷം അവൈലബിൾ ആണ്. പിന്നെ ദേ വരുന്നു ഒരു ചെറിയ പൊട്ടിത്തെറിയും പുകയൊക്കെ ആയിട്ട് ഇവരൊരു കിഡിലൻ സിസിലർ ഐറ്റം. കൊള്ളാം. അപ്പൊ ഇതാണ് ഇവരുടെ ചൈനീസ് സിസിലറായ ചിക്കൻ സിസിലർ ഇൻ ഷെയ്സ്വാൻ സോസ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് വെജീസിന്റെയും സീ ഫുഡിന്റെയും ചിക്കൻ ടിക്കയുടെയും പനീർ ടിക്കയുടെയും സിസിലേഴ്സ് വരുന്നുണ്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് ഇവര് തന്നെ സെർവ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോ വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ ഇവര് തന്നെ ആദ്യം കുറച്ച് ചിക്കൻ സെർവ് ചെയ്തു. പിന്നെ ഇതിന്റെ കൂടെ ഒരുപാട് എക്സോട്ടിക് വെജീസും വരുന്നുണ്ട്. അപ്പൊ ഒരു ഹെൽത്തിയർ വേർഷൻ ഓഫ് സിസിലർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി പോലെയാണ് ഫീൽ ചെയ്തത്. സിസിലേഴ്സിന്റെയും സ്നേക്സിന്റെയും കൂടെ വരുന്ന ബോയിൽഡ് വെജീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ കുറച്ച് വെജീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്യാരറ്റും ബേബി കോണും ബ്രോക്കോളിയും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല ചിക്കൻ ബ്രോത്തിലൊക്കെ ഇട്ട് ബോയിൽ ചെയ്തെടുത്ത നല്ല പെർഫെക്റ്റ് എക്സോട്ടിക് വെജീസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഇതിലുള്ള ചിക്കൻ സ്ട്രിപ്സും കോളിഫ്ലവറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഡ്രാഗൺ ചിക്കന്റെ ഒരു മൈൽഡ് സ്പൈസി വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിൽ സുക്കീനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ചൈനീസ് ഫുഡ് ലവർ ആണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസും അതിലേക്കുള്ള കറിയുമാണ്. കോംപ്ലിമെന്ററി ആയിട്ട് ഇതിന്റെ കൂടെ ഡിപ്സും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബേൺഡ് ഗാർലിക് ബട്ടർ ഫ്രൈഡ് റൈസ്. അതിന്റെ ചിക്കൻ ഓപ്ഷനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോൾ ആ ബേൺഡ് ഗാർലിക്കും ബട്ടറിന്റെ ഒരു ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് ഇവരുടെ ചിക്കൻ ഇൻ ചില്ലി ഓയിസ്റ്റർ സോസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓയിസ്റ്റർ സോസ് ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഗ്രേവി വളരെ റെയർ ആയിട്ടാണ് കിട്ടാറ്. കണ്ടിട്ട് ഒരു ടിപ്പിക്കൽ തിക് ചൈനീസ് ഗ്രേവി പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിലുള്ള ചിക്കൻ പീസസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ബോൺലെസ് പീസസ് ആണ്. മിക്ക സ്ഥലത്തും ഷെയ്സ്വാൻ സോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ചിക്കനും കുറച്ച് ഫ്രൈഡ് റൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ലൊരു പെർഫെക്റ്റ് ബേൺഡ് ഗാർലിക് ബട്ടർ ഫ്രൈഡ് റൈസ് ആണ്. നല്ല ക്വാളിറ്റി റൈസ് ആണ്. അതിൽ ആ ബേൺഡ് ഗാർലിക്കും ബട്ടറിന്റെയും ഫ്ലേവർ വരുമ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ ഇതിന്റെ കൂടെയുള്ള മൈൽഡ് സ്പൈസി ചിക്കൻ ഗ്രേവി പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. സത്യത്തിൽ ഗ്രേവി ഇല്ലാതെ ഡിപ്സ് കൂട്ടി മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീ ഫുഡ് ഗ്രേവി, ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രേവി, പിന്നെ ഒരു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റിയും, പിന്നെ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവരുടെ ബ്രെഡ് ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ കേരള പൊറോട്ടയിൽ നിന്നും തുടങ്ങാം. 22 രൂപയ്ക്ക് അത്യാവശ്യത്തിന് നല്ല വലിയ പൊറോട്ട തന്നെയാണ്. ശരിക്കും ഒരു ക്രിസ്പി ഫ്ലേക്കി ആൻഡ് പഫി പൊറോട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവര് ലൈവായിട്ട് അടിക്കുന്ന പൊറോട്ടയാണ്. പൊറോട്ട കൂട്ടി കഴിക്കാൻ ഇവര് തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഈ കൊതിയൂറുന്ന നാടൻ ബീഫ് ഫ്രൈ. ഈ ഒരു റേറ്റിന് അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ സ്ലൈസ്ഡ് ഓണിയൻ സാലഡും വരുന്നുണ്ട്. ബീഫ് ഫ്രൈ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുമ്പോൾ നല്ല ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. പോരാത്തതിന് അതിന്റെ പ്രസന്റേഷനും കൂടി കണ്ടപ്പോ ആ തേങ്ങാക്കൊത്തും നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുള്ള ഒരു മസാലയും കൂടി കണ്ടപ്പോ ഒരു രക്ഷയുമില്ല. നല്ല സോഫ്റ്റ് ബീഫാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ചൂട് പൊറോട്ടയിൽ നിന്നും കുറച്ച് പിച്ചി അതിന്റെ മേലെ ചെറിയൊരു ബീഫിന്റെ കഷ്ണവും കുറച്ച് ഉള്ളിയുടെ മസാലയും തേങ്ങാക്കൊത്തും പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ഉള്ളിയുടെ സാലഡും കുറച്ച് വെച്ച് എല്ലാം കൂട്ടി പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പൊളിച്ചു മോനെ. നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു സൂപ്പർ വെറ്റ് ബീഫ് ഫ്രൈ. ഇതിന്റെ കൂടെ അണിയൻ സാലഡും കൂടി ആയപ്പോ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിരുന്നു. സീ ഫുഡ് കറി ആയിട്ട് ഓർഡർ ചെയ്തത് പലർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് മോളി അല്ലെങ്കിൽ ഫിഷ് മൊയ്ലി കറിയാണ്. ഇവരിവിടെ ഈ കറിയിൽ കിങ് ഫിഷ് അല്ലെങ്കിൽ നെയ്മീനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആസ് പെർ സൈസ് ഓർ അവൈലബിലിറ്റി ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത്. സാധാരണ ഒരു വലിയ പീസ് നെയ്മീനാണ് ഇവർ സെർവ് ചെയ്യാറ്. പക്ഷെ വലിയ പീസ് ഇല്ലെങ്കിൽ 2 ചെറിയ നെയ്മീൻ സ്ലൈസസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഇന്നും വലിയ ഫിഷ് ഇല്ലാത്തത് കൊണ്ട് ചെറിയ 2 സ്ലൈസസ് ആയിട്ടാണ് നമുക്ക് സെർവ് ചെയ്തത്. കറിയുടെ ചുറ്റും നല്ല സെലക്റ്റീവ് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ല കഴമ്പുള്ള ഫ്രഷ് മീനായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് പൊറോട്ട കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം. കൊള്ളാം. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള
ഒട്ടും അധികം സ്പൈസി അല്ലാത്ത ഒരു ക്രീമി ഫിഷ് കറി. നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ബട്ടർ നാൻ ആണ്. 60 റുപ്പീസിന് ഒരു വലിയ നാൻ തന്നെയാണ്. 2 വലിയ പീസസ് ആയിട്ടാണ് ഇവരുടെ ഒരു ബട്ടർ നാൻ സെർവ് ചെയ്യുന്നത്. ഇത് സെർവ് ചെയ്തപ്പോൾ നല്ല ചൂടും സോഫ്റ്റും ആയിരുന്നു. ഇതിലേക്ക് നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഇവരുടെ ബട്ടർ ചിക്കൻ മസാലയാണ് ഓർഡർ ചെയ്തത്. ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു റിച്ച് ഫൈൻ ക്വാളിറ്റി ബട്ടർ ചിക്കന്റെ ലുക്ക് ഉണ്ട്. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഇതിൽ ഒരു ബട്ടർ പനീർ മസാല വേർഷനും വരുന്നുണ്ട്. കണ്ടിട്ട് നല്ല ക്രീമി റിച്ച് ആൻഡ് ടെംപ്റ്റിംഗ് ബട്ടർ ചിക്കൻ പോലെയാണ് തോന്നുന്നത്. നല്ല സോഫ്റ്റ് ബോൺലെസ് ചിക്കൻ പീസസ് ആണ്. അപ്പൊ നമുക്ക് ആ ബട്ടർ നാനിൽ നിന്നും കുറച്ചെടുത്ത് ബട്ടർ നാൻ ചൂടോടുകൂടി കഴിക്കാൻ ശ്രമിക്കുക. അതും ആ ചിക്കനും കൂട്ടി ഒന്ന് പിടിപിടിച്ച് നോക്കാം. നല്ല എക്സലന്റ് ബട്ടർ ചിക്കൻ മസാല. ദോശയിലുണ്ടായിരുന്ന അതേ കറി തന്നെയാണ്, പക്ഷെ ഇതിൽ കുറച്ചും കൂടി വലിയ പീസും കുറച്ചും കൂടി ക്രീമി ആയിരുന്നു. ഇത്രയും നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ചായയുടെ സമയമായി. അപ്പോ ഉന്മേഷത്തിനായി ഇവരുടെ ഒരു കോഫിയാണ് ഓർഡർ ചെയ്തത്. ആ കോഫി കുടിച്ചോടുകൂടി ശരിക്കും കിറങ്ങിപ്പോയി. അത്രയ്ക്കും നല്ലൊരു ഡിക്കോക്ഷൻ. വൈകുന്നേരം ഒരു ചായയോ ഒരു കാപ്പി കുടിക്കുന്ന ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങളൊരു കോഫി ലവർ ആണെങ്കിൽ 38 റുപ്പീസിന് ഇതൊരു മസ്റ്റ് ട്രൈ പെർഫെക്റ്റ് കോഫി തന്നെയാണ്. അപ്പൊ ഡെസേർട്സിനായിട്ട് നമ്മൾ ഇവരുടെ 2 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. ആദ്യം എത്തിയത് ഇവരുടെ ഈ ഒരു ടെംപ്റ്റിംഗ് സ്നിക്കർ ഷേക്ക് ആണ്. ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി, നല്ല പ്രസന്റേഷൻ, നല്ല ക്വാളിറ്റി ഉള്ളത് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഷേക്കിന്റെ മേലെ സ്നിക്കർ ചോക്ലേറ്റ് സ്ലൈസസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു സിപ്പ് എടുത്ത് നോക്കാം. ഇതൊരു സിപ്പിലൊന്നും കഴിയില്ല മോനെ. നല്ല പീനട്ട് ബട്ടറും ചോക്ലേറ്റ് ഫ്ലേവറും ഒക്കെ ആഡ് ചെയ്തിട്ട് ശരിക്കും സ്നിക്കർ ചോക്ലേറ്റ് കഴിക്കുന്ന ആ ഒരു ഫ്ലേവറിലാക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ചോക്ലേറ്റ് കിക്കായിരുന്നു ഇത്. മൊത്തം എനിക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഷേക്ക് ആണ്. ശരിക്കും ഈ ഒരു റേറ്റിന് നല്ലൊരു പേസ വസൂൽ ഷേക്ക് തന്നെയാണ്. അങ്ങനെ ഇവരുടെ സ്പെഷ്യൽ ഡെസേർട്ടായി നമ്മുടെ ഫൈനൽ ഐറ്റം എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇവരുടെ ബനാന സ്പ്ലിറ്റ്. ഏകദേശം 2-3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിക്ക് ഈ ഒരു റേറ്റ് വരുന്നുള്ളൂ. സാധാരണഗതിയിൽ ഒരു ബനാന സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ഇടയിൽ 3 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യാറ്. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് പൊതുവെ ഡെസേർട്സിൽ പഴം കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. പക്ഷെ ഇവരിവിടെ കുറച്ച് ഡ്രൈ ആൻഡ് റോ ആയിട്ടുള്ള റോബസ്റ്റ പഴമാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിലുള്ള 3 സ്കൂപ്സ് ഓഫ് ഐസ്ക്രീം കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ സ്കൂപ്പ് ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ലൊരു ഫൈൻ ക്വാളിറ്റി വാനില ഐസ്ക്രീമാണ്. ഐസ്ക്രീമിന്റെ മേലെ സ്ലൈസ് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്കൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഫൈൻ ക്വാളിറ്റി അൽഫോൺസോ മാംഗോ ഫ്ലേവർ ആയിരുന്നു. 3ാമത്തെ സ്കൂപ്പ് കണ്ടിട്ട് എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ പഴുക്കാത്ത പഴം ഉപയോഗിച്ചത് കൊണ്ട് ആ ഒരു ബനാന ഫീലിംഗ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിത് വളരെ എൻജോയ് ചെയ്തു. നല്ല പെർഫെക്റ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇവരുടെ ആംബിയൻസ് ആണ് കൂടുതലും അട്രാക്ട് ചെയ്തത്. നല്ലൊരു കൂൾ കോസി കോംഫി ആൻഡ് കളർഫുൾ ആംബിയൻസ്. അത് മാത്രമല്ല ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആയാലും സർവീസ് ആയാലും ഫുഡ് ആയാലും എല്ലാം ടോപ്പ് നോച്ച് ആണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കഴിച്ച എല്ലാ ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രസന്റേഷനും ടേസ്റ്റും എടുത്തു പറയേണ്ടതാണ്. എല്ലാം വളരെ ഹൈജീനിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഇവർ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റോറന്റിൽ തന്നെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ എല്ലാ ഏജിലുള്ള കസ്റ്റമേഴ്സിനും വന്ന് കഴിക്കാവുന്നതാണ്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ഒരു റാം ഫെസിലിറ്റി ഉപയോഗിച്ച് റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുമാത്രമല്ല ഇനി ഇവിടെ പാർട്ടി സ്പേസിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുകയാണെങ്കിൽ റെസ്റ്റോറന്റ് ക്രൗഡിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നേരെ ഇതിലൂടെ വരാവുന്നതാണ്. അപ്പൊ പാർട്ടി സ്പേസിനായിട്ട് ബുക്ക് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ ഏതൊരു ചെറിയ ആഘോഷവും ഇവർ കളറാക്കി തരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലിയായി വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.